അടുത്ത ദിവസം ഹൂഷു സാവോയുടെ കഫയിൽ തന്നെ ആയിരിക്കും എന്ന് കരുതി ഷിയു അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് സാവോ അകത്തെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഹൂഷു രാവിലെ അവളുടെ വീട്ടിലേക്ക് പോയി എന്ന് സാവോ തന്നെ അവനോട് പറയുന്നുണ്ട്. ഷിയു തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ സാവോ അവനെ വിളിച്ചു നിർത്തിയിട്ട് ഹൂഷു ഈയിടെയായി എല്ലാവരുടെയും മുന്നിൽ കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ എന്തോ പ്രശ്നം കാര്യമായി കയറി കൂടിയിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ചുകൂടി നന്നായി അവളോട് സംസാരിക്കാൻ ശ്രമിക്കണം എന്ന് സാവോ അവനോട് പറയുന്നുണ്ട്. ഹൂഷുവിന് അന്നും ഷിനുവിൻ്റെ കമ്പനിയിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ധൃതി പിടിച്ച് പോയത്. സാവോയുടെ സ്ഥലത്ത് നിന്ന് പോയതുകൊണ്ട് അവൾ കുറച്ച് വൈകിയിരുന്നു. അതുകൊണ്ട് കുറച്ച് വെപ്രാളപ്പെട്ടാണ് അവൾ കമ്പനിയിലേക്ക് നടക്കുന്നത്. ആ സമയത്ത് സാവോ അവളെ ഫോൺ വിളിക്കുന്നുണ്ട്. സാവോയോട് സംസാരിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ അബദ്ധത്തിൽ അവൾ അവിടെ ഉണ്ടായിരുന്നൊരു സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴേണ്ടതായിരുന്നു. തക്ക സമയത്ത് ഷിൻ വന്ന് പിടിച്ചതുകൊണ്ട് മാത്രമാണ് അവൾ അതിൽ വീഴാതെ രക്ഷപ്പെട്ടത്. ഇത്ര ധൃതി പിടിക്കേണ്ട കാര്യമില്ല, മീറ്റിങ്ങിനുള്ള സമയമാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അവർ ലിഫ്റ്റിനടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഷിയും സുനും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹൂഷു ലേറ്റായി എന്ന രീതിയിൽ സുൻ എന്തോ പറയുന്നുണ്ടെങ്കിലും ഒട്ടും ലേറ്റായിട്ടില്ല, സമയമാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഷിൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ 4 പേരും കൂടി ഒരുമിച്ചാണ് ലിഫ്റ്റിലേക്ക് കയറിയത്. ഏത് ഫ്ലോറിലേക്കാണ് പോകേണ്ടതെന്ന് ഹൂഷു ചോദിച്ചപ്പോൾ ഏത് ഫ്ലോറാണെന്ന് പറയാതെ ഷിൻ നേരിട്ട് സ്വിച്ച് അമർത്തുകയാണ് ചെയ്തത്. ഈ സമയത്ത് അവൻ ഹൂഷുവിൻ്റെ തൊട്ടടുത്തെത്തുന്നുണ്ട്. അതും ഷിയുവിന് ഇഷ്ടപ്പെടുന്നില്ല. അവിടുത്തെ ജോലിക്കാർക്ക് വേണ്ടി അവൻ നേരിട്ട് ഇങ്ങനെ എലവേറ്ററിൻ്റെ സ്വിച്ച് അമർത്താറുണ്ടോ എന്ന് ചോദിച്ച് ഷിയു അവനെ പരിഹസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ചെയ്യാറില്ല, ഹൂഷുവിൻ്റെ കാര്യത്തിൽ മാത്രം എക്സെപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് മുമ്പ് അവൾ ഇൻ്റർവ്യൂവിന് വന്ന ദിവസം ഇതേപോലെ അവൾക്ക് വേണ്ടി ലിഫ്റ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തതിനെ പറ്റി അവൻ ഹൂഷുവിനോട് പറയുന്നു. ഹൂഷു അന്ന് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായതിനാൽ അവനെ കണ്ടിരുന്നില്ലല്ലോ. ഇപ്പോഴാണ് അവനാണെന്ന് ഹെൽപ്പ് ചെയ്തതെന്ന് അവൾ അറിയുന്നത്. അവിടെ ആദ്യം ഇൻ്റർവ്യൂവിന് വന്നിട്ടും അവൾ തൻ്റെ കമ്പനി ചൂസ് ചെയ്യാതിരുന്നത് വളരെ കഷ്ടമായി പോയി എന്നും ഷിൻ പറയുന്നുണ്ട്. അവൻ്റെ കമ്പനി അവളെ സെലക്ട് ചെയ്തില്ലെങ്കിലും ഇപ്പോൾ അവർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണല്ലോ. അത് തന്നെ അവർ രണ്ടുപേരും ലൈഫിൽ കണ്ടുമുട്ടാനുള്ളവരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് എന്ന് സുൻ ഈ സമയത്ത് പറയുന്നുണ്ട്. ഷിയുവിന് ഇത് കേട്ടപ്പോൾ ഒന്നുകൂടി ദേഷ്യം വരുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് സുന്നിനും തോന്നുന്നത്. ഹൂഷുവിൻ്റെ വാല്യൂ നിങ്ങളുടെ കമ്പനിക്ക് മനസ്സിലാവാതെ പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് അവളെ സെലക്ട് ചെയ്യാൻ പറ്റാതായത് എന്ന് പറഞ്ഞ് ഷിയു ഈ സമയം ഷിന്നിനിട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. കമ്പനി സെലക്ട് ചെയ്താലും ഇല്ലെങ്കിലും ഇപ്പോൾ അവളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് അവളുടെ മിടുക്കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞ് ഷിൻ വീണ്ടും അവളെ പോയിട്ടുന്നത്. ഹൂഷുവിന് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഇറങ്ങിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ലിഫ്റ്റ് തുറന്നപ്പോൾ ഷിയു ഹൂഷുവിനെയൊക്കെ തള്ളി മാറ്റിയിട്ട് ആദ്യം പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അത്രയ്ക്ക് കലിപ്പിലാണ് അവൻ. മീറ്റിംഗ് റൂമിൽ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഹൂഷുവിനൊഴികെ അവിടെ ഇരിപ്പുണ്ടായിരുന്ന എല്ലാവർക്കും അവിടുത്തെ ഒരു സ്റ്റാഫ് ഡ്രിങ്ക്സ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഹൂഷുവിനത് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ഷിയു തനിക്ക് കിട്ടിയ കപ്പ് അവളുടെ മുന്നിലേക്ക് നീക്കി വെക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഷിൻ മറ്റൊരു കപ്പിൽ ചൂടുള്ള എന്തോ ഫ്രഷ് ഡ്രിങ്ക് അവളെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തതാണത് എന്ന് അവൻ പറയുകയും ചെയ്യുന്നുണ്ട്. അതും കൂടി ആയപ്പോഴത്തേക്കും ഷിയുവിൻ്റെ നിയന്ത്രണം വിട്ടു പോകുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, എല്ലാം കണ്ടുകൊണ്ടിരിക്കാനല്ലേ പറ്റുകയുള്ളൂ. എന്തായാലും മീറ്റിംഗ് തുടങ്ങുന്നു. ഹൂഷു കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് കളക്ട് ചെയ്ത ഡീറ്റെയിൽസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഓരോ പ്രോഡക്റ്റും ഏത് സപ്ലയറുടെ കയ്യിൽ നിന്നാണ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ് അവിടെ ഒരു പ്രോജക്റ്റിലൂടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തടിയുടെ കാര്യം വന്നപ്പോൾ ദൂരെയുള്ള ഒരു കമ്പനിയാണ് ഷിന്നും ഷിയുവും ഒക്കെ ചൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അടുത്തുള്ള മറ്റൊരു കമ്പനിയാണ് ഹൂഷു ചൂസ് ചെയ്തത്. അതിന് കാരണമായിട്ട് അവൾ പറഞ്ഞത് തടി വലിയ വെയിറ്റുള്ള സാധനമാണ്, ദൂരെ നിന്ന് അതിവിടെ എത്തിക്കുന്നതിന് ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഒരുപാടാവും, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടുത്തുള്ള കുറച്ചുകൂടി റേറ്റ് കൂടിയ കമ്പനിയിൽ നിന്ന് എടുക്കുന്നത് തന്നെയാണ് ലാഭം എന്നതാണ്. അവൾ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഷിയു അവൾ കൊണ്ടുവന്ന ആ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷിന്നിൻ്റെ കമ്പനിയിൽ ആ സപ്ലയേഴ്സ് മാത്രമല്ല ഉള്ളത്, വേറെ പല പോപ്പുലറായിട്ടുള്ള സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നവന് മനസ്സിലാവുന്നു. അക്കാര്യം അവൻ ഷിന്നിനോട് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഷിന്നിൻ്റെ കമ്പനി ചെയ്ത 1-2 പ്രോജക്റ്റുകളിൽ സപ്ലയർ ആയിരുന്നവരുടെ ഡീറ്റെയിൽസാണ് അതിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത്. അതുകൊണ്ട് തന്നെ മുഴുവൻ സപ്ലയേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയ പുതിയൊരു ലിസ്റ്റ് തനിക്ക് ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ സപ്ലയേഴ്സിനെ ചൂസ് ചെയ്ത് ഈ മീറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന് ഷിയു പറയുന്നു. അങ്ങനെ ആ മീറ്റിംഗ് അവർക്ക് അവിടെ വെച്ച് നിർത്തേണ്ടി വരുന്നു. അവൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള ലിസ്റ്റ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കി നൽകാമെന്ന് ഷിന്നിന് സമ്മതിക്കേണ്ടിയും വരുന്നു. ഇവരുടെ ഈ മീറ്റിംഗ് ലൈവായിട്ട് ഷിന്നിൻ്റെ അച്ഛൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഷിയു ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത് അയാൾക്കെന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല. സാവോ അന്ന് കഫയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവൾ ഫുള്ളായിട്ട് ആബ്സെൻറ്റ് മൈൻഡഡ് ആണ്. അവളുടെ സ്റ്റാഫ് ഇടയ്ക്ക് എന്തോ ചോദിച്ചിട്ട് അവളത് കേൾക്കുന്നത് പോലും ഇല്ല. മാത്രമല്ല അവളുടെ കയ്യിലിരുന്ന കോഫി അബദ്ധത്തിൽ തട്ടി അവിടെ എല്ലാം വീഴുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് അന്ന് രാത്രി മീറ്റ് ചെയ്യണം, അത്യാവശ്യമായിട്ട് നല്ലൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് അയച്ചത്. അവൾ അതിന് റിപ്ലൈ ഒന്നും നൽകുന്നില്ല. ഈ സമയത്ത് തന്നെ മുമ്പ് ലീക്ക് ഉണ്ടായിരുന്ന അവിടുത്തെ ആ പൈപ്പ് പൊട്ടി വെള്ളം തെറിച്ച് വീഴാൻ തുടങ്ങുന്നു. ഗോങ് അന്ന് ഗെയിം സെൻറ്ററിലേക്ക് വന്ന സമയത്ത് സാവോയുടെ കഫേയിൽ
എന്തോ ഇഷ്യൂ ഉള്ളതുപോലെ അവന് മനസ്സിലാവുന്നു. കാരണം ആളുകളൊക്കെ അതിൻ്റെ പുറത്ത് ഓടിക്കൂടുന്നവൻ കാണുന്നുണ്ട്. അങ്ങനെ എന്താണ് പ്രശ്നമെന്നറിയാൻ അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവിടുത്തെ ആ പൈപ്പ് ലീക്കായിട്ട് ആ കോഫി ഷോപ്പ് മുഴുവനായിട്ട് വെള്ളം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സാവു ആണെങ്കിൽ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത പോലെ ഈ പൈപ്പും തപ്പിപ്പിടിച്ച് അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഗോങ് വേഗം വാട്ടർ കണക്ഷൻ്റെ മെയിൻ ഓഫ് ആക്കിയിട്ട് അവൻ്റെ ഗെയിം സെൻറ്ററിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന കുറേ ജോലിക്കാരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ആ കോഫി ഷോപ്പിലുണ്ടായിരുന്ന വെള്ളമെല്ലാം തുടച്ചു കളയാനും അവിടെ ക്ലീൻ ചെയ്യാനും ഒക്കെ തുടങ്ങുന്നു. അവിടുത്തെ ഫർണിച്ചർ കൂടുതൽ തടി കൊണ്ടുള്ളതാണ്. അതേപോലെ തറയിലും തടിയിലും എന്തൊക്കെയോ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷൻ നല്ല രീതിയിൽ ഓണാക്കിയിടാനൊക്കെ അവൻ അവിടുത്തെ മറ്റേ സ്റ്റാഫിനോട് പറയുന്നു. അങ്ങനെ അത്യാവശ്യം അവിടെ നടത്തേണ്ട എല്ലാ കാര്യങ്ങളും അവൻ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നുണ്ട്. സാവോ ഈ സമയത്തൊക്കെ ബുദ്ധി വർക്കാവാത്തതുപോലെ ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ അവൾ അവിടെ തന്നെ കുത്തിയിരിക്കുന്നു. ഈ സമയത്ത് ഗോങ് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഏകദേശം അവിടെയൊക്കെ ക്ലീൻ ആയിട്ടുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. അവളുടെ ഇരിപ്പ് കണ്ടുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കുന്നു. അവൾ ആദ്യം മറുപടി ഒന്നും പറയാതിരിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൻ തോളിൽ തട്ടി വിളിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ ഈ പൈപ്പിന് പ്രശ്നമുണ്ട് എന്ന് എൻ്റെ സ്റ്റാഫ് ഒരുപാട് കാലം മുമ്പേ എന്നോട് പറഞ്ഞതായിരുന്നു. വെള്ളം ചെറുതായിട്ട് പോകുന്ന സൗണ്ട് ഞാൻ 3-4 തവണ കേട്ടതായിരുന്നു. പക്ഷെ കുഴപ്പമില്ല എന്ന് കരുതി ഞാനത് അവഗണിക്കുകയായിരുന്നു. എൻ്റെ ലൈഫിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. പൊട്ടലും ചീറ്റലുകളും ഒക്കെ ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ തന്നെ മനസ്സിലായിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ചു. അതുകൊണ്ട് തന്നെ തക്ക സമയത്ത് എനിക്ക് വേണ്ടത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അവൾ വിഷമത്തോടെ പറയുന്നു. എന്തായാലും അതൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താണ്, അതങ്ങ് റീപ്ലേസ് ചെയ്താൽ പോരെ എന്ന് ഗോങ് ചോദിക്കുന്നുണ്ട്. അവൾ എന്തിനെ പറ്റിയാണ് ഈ പറയുന്നതെന്നൊന്നും അവന് മനസ്സിലായിട്ടല്ല അവന് പറയുന്നത്. അവൻ ഉദ്ദേശിച്ചത് പൈപ്പിൻ്റെ കാര്യമാണ്. പക്ഷേ സാവോയ്ക്ക് അത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞതുപോലെ നന്നാക്കാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് വേണ്ടത് വെച്ചാൽ മതി അല്ലേ എന്ന് അവളും പറയുന്നുണ്ട്. ഇങ്ങനെ തണുപ്പത്ത് കുത്തിയിരുന്ന് വെറുതെ പനിയൊന്നും വരുത്തി വെക്കണ്ട എന്ന് അവൻ പറഞ്ഞപ്പോൾ അവളെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വന്ന് ആവശ്യത്തിന് ഹെൽപ്പ് ചെയ്തതിന് അവൾ നന്ദി പറയുന്നു. അവൻ്റെ ഷൂസൊക്കെ നനഞ്ഞിരിക്കുന്നത് കണ്ട് അതിനുള്ള കോമ്പൻസേഷൻ നൽകാമെന്ന് പറഞ്ഞ് അവൾ പേയ്മെൻറ്റ് നൽകാൻ തുടങ്ങിയപ്പോൾ ഇതൊരു പഴയ ഷൂ ആണ്, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ക്ലീൻ ചെയ്ത് നിൽപ്പുണ്ടായിരുന്ന അവൻ്റെ സ്റ്റാഫിൽ ഒരാൾ 2 ദിവസം മുമ്പ് വാങ്ങിയ ഷൂവിനെ പറ്റിയാണ് അവൻ പഴയതാണെന്ന് പറയുന്നതെന്ന് പറയുന്നുണ്ട്. കാശുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും ആകാമല്ലോ എന്ന് പറഞ്ഞ് അവർ ഗോങ്ങിനെ കളിയാക്കിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും അന്ന് കുറേ സമയം കൂടി വിഷമിച്ചിരുന്ന ശേഷം സാവോ എന്തോ തീരുമാനമെടുത്തതുപോലെ മാങ് നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ വൈകിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവന് റിപ്ലൈ നൽകുന്നുണ്ട്. പതിവായി കാണാറുള്ള സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാമെന്നാണ് അവൾ പറഞ്ഞത്. ഊഷുവും ഷിയും ഒക്കെ മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ പോകുന്ന സമയത്ത് ഷിൻ കമ്പനിയുടെ പുറത്ത് വരെ അവർക്കൊപ്പം ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് അവനിങ്ങനെ എപ്പോഴും ഊഷുമായി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ഷിയു എന്തോ പറയുന്നു. പക്ഷെ ഓരോ തവണയും അവനോട് റിപ്പോർട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്, എംപ്ലോയിയുടെ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഷിൻ അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല കുറച്ച് മുമ്പ് ഹൂഷു വെച്ച പ്രൊപ്പോസൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞ് അവളെ പുകഴ്ത്തുകയും ചെയ്യുന്നു. ഹൂഷു അതിന് താങ്ക്സ് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് പോകുന്നുണ്ട്. അവനിങ്ങനെ എപ്പോഴും ഹൂഷുവിനോട് ഈ കാര്യങ്ങളൊന്നും നേരിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഷിയു അവനുമായി ഉടക്കാൻ നിൽക്കുന്നു. ഷിനിനെ കുറേ പറഞ്ഞിട്ട് ഷിയു അവിടെ നിന്ന് പോകുന്നു. വണ്ടിയിലിരിക്കുമ്പോൾ ഹൂഷുവിനോട് സംസാരിക്കണമെന്ന് അവനുണ്ടായിരുന്നെങ്കിലും സുൻ കൂടെ ഉണ്ടായിരുന്നതിനാൽ അതിന് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് അവളോടൊന്ന് സംസാരിക്കുന്നതിന് വേണ്ടി പോകുന്ന വഴിക്കുള്ള ഒരു പാർക്കിൽ അവൻ വണ്ടി നിർത്തിക്കുന്നു. കുറച്ചു നേരം ഹൂഷുവിനെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാമെന്ന് കരുതിയായിരുന്നു അവൻ അവിടെ വണ്ടി നിർത്തിയത്. പക്ഷേ ആ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റിനെ പറ്റി അവർക്ക് അടുത്തിടെ അന്വേഷണം വന്നിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ അങ്ങോട്ടേക്ക് വന്നതെന്ന് സുൻ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ തന്നെ സഹായിക്കണമെന്ന് സുൻ ഹൂഷുവിനോട് പറയുന്നു. മുമ്പ് സുലിങ്ങിൻ്റെ പ്രോജക്റ്റ് ആദ്യം വന്ന സമയത്ത് സുനിൻ്റെ ഒപ്പം ഇങ്ങനെ ഫീൽഡ് സെർച്ചിന് പോയത് അവളായിരുന്നല്ലോ. ആ സമയത്ത് അവളെ കൊണ്ട് വളരെ ഉപകാരപ്പെട്ടതുപോലെ അവന് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ അവൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ഷിയു അവരോട് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ പോലും സുൻ അങ്ങനെ റിലാക്സ് ചെയ്യാനൊന്നും നിൽക്കാതെ ഹൂഷുവിനെ കൂടി വിളിച്ചുകൊണ്ട് പോയിട്ട് ഫീൽഡ് റിസർച്ച് നടത്തുകയാണ്. ഷിയുവിന് എങ്ങനെ ഇത് ഒഴിവാക്കണമെന്ന് അറിയാൻ പറ്റുന്നില്ല. കുറേ സമയം ഇത് കണ്ടു നിന്ന് കഴിഞ്ഞപ്പോൾ ഹൂഷുവിനോട് ഒരു തരത്തിൽ സംസാരിക്കാൻ പറ്റില്ല എന്ന് അവന് മനസ്സിലാവുന്നു. അങ്ങനെ അവൻ നൈസായിട്ട് സുന്നിനെ ട്രിക്കിലാക്കിയിട്ട് ഹൂഷുവിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നേരത്തെ ഷിന്നിൻ്റെ കമ്പനിയിൽ വെച്ച് ഹൂഷുവിനെ പുകഴ്ത്തി ഷിൻ പറഞ്ഞിരുന്നല്ലോ. അത് കേട്ടിട്ട് ഷിയു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. മാത്രമല്ല അവളുടെ എഫേർട്ടിനെ അവൻ അഭിനന്ദിക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ടായിരിക്കും അവളിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നതെന്നാണ് ഷിയു കരുതിയത്. പക്ഷേ അങ്ങനെ ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞുവെന്ന് കരുതി അത് കേട്ട് സന്തോഷിക്കാനും അതുപോലെ ബോസ് തൻ്റെ കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞുവെന്ന് കരുതി അതോർത്ത് വിഷമിക്കാനും നിൽക്കുന്ന ആളല്ല താൻ. കാര്യങ്ങളെ കൂടുതൽ പക്വതയോടെ നേരിടാനുള്ള ബുദ്ധി തനിക്കുണ്ട് എന്ന് ഹൂഷു പറയുന്നുണ്ട്. സാവോയുടെ കാര്യം ഓർത്താണ് തനിക്ക് ഇത്ര വിഷമം. അവൾ ലൈഫിൽ അവൾക്ക് ഏറ്റവും പറ്റിയ ഒരാളെ കണ്ടെത്തിയെന്ന് കരുതി സമാധാനിച്ചതായിരുന്നു. പക്ഷേ ആളുകളോട് കൂടുതൽ അടുക്കുമ്പോഴാണല്ലോ അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
എന്നൊക്കെ അവൾ വിഷമത്തോടെ പറയുന്നു. അവൾക്ക് വിഷമമുണ്ടെങ്കിൽ സാവുയുടെ അടുത്തേക്ക് നേരത്തെ പോയിക്കോളാൻ ഷിയു പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, കുറച്ച് തനിച്ചിരിക്കണമെന്ന് സാവു ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഓക്കെ ആയിക്കോളുമെന്ന് ഹൂഷു പറയുന്നു. പിന്നെ സാവുയുടെ കാര്യം മാത്രമല്ല, എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ എന്താണ് കണ്ടെത്താൻ പറ്റുമെന്ന് അറിയില്ല. ഓരോരുത്തരോട് അടുക്കുമ്പോഴാണ് അവരുടെ സ്വഭാവം മനസ്സിലാവുന്നത്. ഞാനും മനസ്സിനത്ര കട്ടിയൊന്നുമുള്ള കൂട്ടത്തിലല്ല, സാവോയെ പോലെ തന്നെയാണ് എന്നൊക്കെ ഷീവനെ കുത്തി പറയുന്നത് പോലെ പറഞ്ഞിട്ട് അവൾ അവൻ്റെ അടുത്ത് നിന്ന് പോകുന്നുണ്ട്. അവനത് നല്ലതുപോലെ കൊള്ളുന്നുണ്ടെങ്കിലും വേഗം അവൾക്ക് പിന്നാലെ ചെല്ലുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ അവൻ അവൾക്കും കൂടി കുടിക്കാനായി ഒരു ജ്യൂസ് എടുക്കുന്നുണ്ട്. പക്ഷേ അതുമായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഹൂഷുവിനെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ മുന്നോട്ട് നടന്ന് നോക്കിയപ്പോൾ അവിടെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു ഡാർക്ക് റൂം പോലെയുള്ള ഏരിയ അവൻ കാണുന്നു. അവന് ഇരുട്ട് പേടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോൾ അവൻ അകത്തേക്ക് പോകാൻ നല്ല പേടി തോന്നുന്നുണ്ട്. പക്ഷേ ഹൂഷു അതിനുള്ളിൽ എവിടെയെങ്കിലും പേടിച്ച് നിൽക്കുകയായിരിക്കുമോ എന്ന ചിന്ത കാരണം അവിടെ എഴുതി വെച്ചിരുന്നത് പോലെ ഇടത് സൈഡിലുള്ള ഭിത്തിയിൽ കൈപിടിച്ചുകൊണ്ട് അവൻ പതുക്കെ അകത്തേക്ക് നടക്കുന്നു. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അവൻ എത്തുന്നുണ്ട്. അവന് ഇരുട്ട് എന്തോ ഒരു ട്രോമ പോലെ ആയിരുന്നു. അവൻ്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവൻ്റെ കണ്ണുകളിലേക്കൊരു ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് ഒളിച്ച് കളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കളിക്കുന്ന കൂട്ടത്തിലാണ് അച്ഛൻ അവനെ തനിച്ചാക്കി അവിടെ നിന്ന് പോകുന്നത്. ഷിയു പിന്നീട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ ഒരു ഫോട്ടോ മേശപ്പുറത്തിരിക്കുന്നതാണ് കണ്ടത്. എന്തായാലും അച്ഛനെക്കുറിച്ചുള്ള ഈ ഓർമ്മകളൊക്കെ കാരണമാണ് അവൻ ഇരുട്ടിനെ നേരിടാൻ ഇത്ര പേടി. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാതെ ആകെ പെട്ടു നിൽക്കുമ്പോൾ എവിടെ നിന്നോ ഹൂഷു തന്നെ വിളിക്കുന്നത് പോലെ അവന് തോന്നുന്നു. അങ്ങനെ ആ ഒരു ഇൻസ്പിറേഷനിൽ അവൻ പേടിയൊക്കെ മറന്ന് ഒരു വിധത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ ആ ഇരുട്ടിൻ്റെ അവസാനമാവുന്നു. അവിടെ വലിയൊരു ഹാളിൽ ഒരു ലൈറ്റിന് കീഴിലായിട്ട് ഹൂഷു നിൽക്കുന്ന അവൻ കാണുന്നു. അവൾ സേഫാണ് എന്ന് കണ്ടപ്പോഴാണ് അവന് സമാധാനമാവുന്നത്. അപ്പോഴേക്കും ഹൂഷുവും അവനെ കാണുന്നു. അവനെ കണ്ടപ്പോൾ എന്തോ കുഴപ്പമുള്ളതുപോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഹൂഷുവിന് അങ്ങോട്ടേക്ക് വരുന്നതിന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ചതുപോലെ ഒരു ഫീലിലാണ് അവൾ നിൽക്കുന്നത്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി തിരികെ പോകാമെന്ന് പറഞ്ഞ് അവൾ തിരികെ പോകാൻ തുടങ്ങുന്നുണ്ട്. ഇനി അവന് ഇരുട്ട് പേടിയായിട്ടായിരിക്കുമോ ഇങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുന്നതെന്ന് സംശയം തോന്നി കഴിഞ്ഞാൽ അവൾ അത് ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഇരുട്ട് പേടിയൊന്നുമില്ല എന്നാണ് അവൻ പറഞ്ഞത്. എങ്കിൽ പിന്നെ ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവനും കൂടെ ചെല്ലാൻ തുടങ്ങുന്നു. അതോടെ അത് തന്നെയാണ് പ്രശ്നമെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ അതും പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. ഷിയു തിരികെ വീട്ടിലെത്തിയ ശേഷവും ഇതൊക്കെ ഓർത്ത് ചിരിക്കുന്നു.